ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ പ്രപഞ്ചം നമ്മളോട് ഏതെല്ലാം രീതിയിൽ വന്ന് നമ്മളോട് സംസാരിക്കും, അങ്ങനെ സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്, ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ തോന്നും, ഇത് ഞാൻ ആൾറെഡി നേരത്തെ എപ്പോഴും ചെയ്ത കാര്യമാണല്ലോ. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം ഞാൻ ആൾറെഡി നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട്, അങ്ങനെ നമുക്ക് തോന്നും, പറയും നമ്മൾ. അതുപോലെ ഇതേ സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ എപ്പോഴോ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു തോട്ട്സ് വരില്ലേ നമുക്ക്. ഇതെല്ലാം പ്രപഞ്ചം നമ്മളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ അടയാളമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഒരർത്ഥമുണ്ട്. ഇനി ഒന്ന്, നിങ്ങളെ ആരോ ഒരാള് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളിൽ ഏതാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്പർ 2, നിങ്ങൾക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും നടക്കും. ഇപ്പം നിങ്ങൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ പാട്ട് എവിടെ പോയാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഒരു കടയിൽ പോയാൽ അവിടെ ആ പാട്ട് കേൾക്കാം. അതും അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ പാട്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരേ കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു അടയാളമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആ പാട്ടിലുണ്ടാവും. നിങ്ങൾ അത് ഇരുന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നേരത്തെ ഒരിക്കൽ നോൺ വെജ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി തീരുമാനം എടുത്തിരുന്നു. അതിനുശേഷം പക്ഷേ എനിക്കത് കാണുമ്പോൾ, നോൺ വെജ് കാണുമ്പോൾ ഞാൻ ടെംപ്റ്റായി കഴിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയം നോക്കി ഏതെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ പോയാൽ വൈകുന്നേരം എന്തായാലും റിസപ്ഷനും നോൺ വെജ് ഇരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ ആ സമയം ഞാൻ എപ്പോൾ തീരുമാനം എടുത്ത് അങ്ങനെ പോകുന്നു, അപ്പോൾ എപ്പോൾ പോയാലും എനിക്ക് അങ്ങനെ കിട്ടില്ല. കാരണം അപ്പോൾ വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും കിട്ടാൻ തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് നടക്കാൻ തുടങ്ങും. നമ്പർ 3, സ്വപ്നങ്ങൾ. അതായത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസുമായി ഈ പ്രപഞ്ചം കണക്റ്റ് ആവുകയും നമുക്ക് വേണ്ട ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ സ്വപ്നത്തിൽ കൂടെയൊക്കെ തരികയും ചെയ്യും. പോസിറ്റീവായിട്ട് കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമേ നിങ്ങൾ വാല്യൂ കൊടുക്കാവൂ. അതായത് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ചിലപ്പോൾ നെഗറ്റീവ് ഫ്രീക്വൻസി, നമുക്കുള്ളിലെ ഒരു നെഗറ്റിവിറ്റിയൊക്കെ വന്ന് ഈ സ്വപ്നങ്ങളിലൂടെ കാണുന്നതാണ്. സോ അതുകൊണ്ടാണ് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ നമ്മൾ നല്ല നല്ല മന്ത്രം പറയണമെന്ന്, നല്ല കാര്യങ്ങളൊക്കെ വായിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കിടക്കണമെന്ന് പറയുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ മുന്നറിയിപ്പായിട്ടും നമുക്ക് ഈ സ്വപ്നങ്ങൾ വരാറുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതി വച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അപ്പോൾ തന്നെ രാവിലെ എണീറ്റ ഉടനെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന ചില കാര്യങ്ങളുമായിട്ട് ഈ സ്വപ്നങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കും. പിന്നെ ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ട് അങ്ങനെ വന്നാൽ അത് നിങ്ങൾ എഴുതി വച്ചിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ്സ് ആണ് വന്നതെന്ന് തോന്നിയാൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാനുള്ള ഒരു ചാൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതിനെ ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവ് കണ്ടാൽ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതിനുള്ള അഫർമേഷൻസ് ഒക്കെ പറയുമ്പോൾ ആ സിറ്റുവേഷൻ മാറിപ്പോകും. നമ്പർ 4, ഈ മൃഗങ്ങളും പറവകളും ഒക്കെ വന്ന് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ അവയെ കാണും. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു പൂച്ചയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പൂച്ചയെ പോലെ തന്നെ നിങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണമെന്നാണ് അർത്ഥം. പിന്നെ നിങ്ങൾ അടിക്കടി കൂട്ടായിട്ട് ബേർഡ്സ് ഒക്കെ കാണുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു സൈൻ കൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് സ്ട്രെസ്സും കുറച്ച് ഡിപ്രഷനും സങ്കടത്തിലൊക്കെ ആണെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ സമയം ചെലവഴിച്ച് നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ്ഡ് ആക്കാൻ കൂടെ പറയുന്ന ഒരു മീനിങ് ആണ് ഈ കൂട്ടമായിട്ട് കാണുന്നത്. പിന്നെ നിങ്ങൾ മയിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മണി, ധാരാളം അബണ്ടൻസ് ഒക്കെ വരാൻ പോകുന്നു എന്നർത്ഥമുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഓരോ അർത്ഥം. ഇങ്ങനെ മൃഗങ്ങളും ബേർഡ്സ് ഇത് മുഖേന നമ്മളോട് ഈ പ്രപഞ്ചം വന്ന് സംസാരിക്കും. നമ്പർ 5, ഏഞ്ചൽ നമ്പേഴ്സ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഏത് ഏഞ്ചൽ നമ്പർ കണ്ടാലും ഈ ഏഞ്ചൽസ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നു. ആ പ്രപഞ്ച ശക്തി ഏഞ്ചൽസ് മുഖേന നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പ്രപഞ്ചം നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സിൽ തന്നെ ഒരേ നമ്പറിന് പല അർത്ഥങ്ങൾ നമ്മുടെ യൂട്യൂബിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഏതെടുക്കണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒരു 333 കാണുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം പോയി നിങ്ങൾ സെർച്ച് ചെയ്യുന്നു, യൂട്യൂബിൽ എവിടെയോ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നതാണ് നിങ്ങൾക്കുള്ള സൈൻ, അതായത് നിങ്ങൾക്കുള്ള മെസ്സേജ്.
അങ്ങനെ നിങ്ങൾ എടുക്കണം. ഇനി മുതൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എവിടെ കാണുന്നോ ഏത് കാണുന്നോ അതിനെ സെലക്ട് ചെയ്യുക. വീണ്ടും വീണ്ടും പോയി വേറെ ഏഞ്ചലിന് അർത്ഥം ഉണ്ടോ എന്ന് നിങ്ങൾ തിരയാതിരിക്കുക. നമ്പർ 6, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, ഞാൻ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാം എനിക്ക് കിട്ടണമെന്നാണല്ലോ, പിന്നെ എന്തിനാണ് നഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫിൽ എന്തോ ഒന്നിനെ വിട്ടിട്ട് നിങ്ങൾ വെളിയിൽ വരണമെന്നാണ് അർത്ഥം. അതിനെന്ന് പറഞ്ഞ് നിങ്ങൾ ആ സാധനം തേടരുത്, കണ്ടുപിടിക്കരുത്, അങ്ങനെയല്ല. നിങ്ങൾ തേടുക, മാക്സിമം നിങ്ങൾ തേടുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ വിടുക. അതിനെ എപ്പോൾ നമ്മൾ അതിനെ വിട്ടിട്ട് വേറെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ തേടാതെ അതെങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിൽ വന്ന് ചേരും. ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കും. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ഫസ്റ്റൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ട ഒത്തിരി ടെൻഷൻ, അതിന് തേടി 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 അതിന് പിറകെ കിട്ടിയില്ലെങ്കിൽ അയ്യോ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സാധനം നിങ്ങൾക്ക് തേടിയിട്ട് കിട്ടിയില്ലേ, അതിന് ഞാൻ അങ്ങനെ വിട്ടിട്ട് വേറെ കാര്യങ്ങൾ എനിക്ക് കിട്ടേണ്ടതാണ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ തേടാതെ തന്നെ ആ സാധനം എൻ്റെ കൈകളിൽ വരും. സോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതോടൊപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലോ ഒട്ടും നിങ്ങൾക്ക് സ്യൂട്ട് ആവാത്ത ഒരു വ്യക്തിയുമായിട്ടോ ഒരു റിലേഷൻഷിപ്പിലോ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലോ ഇരിക്കുന്നു എന്നർത്ഥം. സോ അതിനെ വിട്ട് നിങ്ങൾ വെളിയിൽ വരേണ്ടതാണ് എന്ന ഒരു മെസ്സേജാണ് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. സോ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിനക്ക് ആവശ്യമില്ലാത്തതാണ്. നീ അതിലിരുന്നാൽ വീണ്ടും വീണ്ടും നീ ഇങ്ങനെ അനുഭവിച്ച് വേദനിച്ചു കൊണ്ടിരിക്കും. സോ നീ അതിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നിനക്ക് എന്താണോ വേണ്ടത് ഫ്യൂച്ചറിൽ, അതിനെ നിനക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് തരുന്നതാണ് ഇങ്ങനെ ഒരു നഷ്ടം വരുന്നത്. നമ്പർ 7, അതായത് ഒരേ കാര്യം ഒരേ രീതിയിൽ നടക്കുക. അതെന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ജോലി തേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര തേടിയിട്ടും ഒരു 2 മാസം തേടിയാലും നിങ്ങൾക്ക് അതിന് പറ്റിയുള്ള ഒരു പ്രോഗ്രസും കാണില്ല, ഒരു സക്സസും വരില്ല, ഒരു മെസ്സേജും വരില്ല, ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു കാർഡോ ഒന്നും വരില്ല. ഇങ്ങനെ ഇരിക്കും. പക്ഷേ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല അവസരങ്ങൾ നിങ്ങൾക്ക് വരും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് തന്നെ കൺഫ്യൂസ് ആവും. അതായത് ഒരേപോലെ നടക്കും. അതായത് നടന്ന ഒത്തിരി എല്ലാം ഒരുപാട് ഒരേപോലെ വരും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് നടക്കും. അതിനു വേണ്ടിയുള്ള അടയാളങ്ങളാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അട്രാക്റ്റ് ആയി വരും. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നതിന്റെ അടയാളങ്ങളാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, എല്ലാ ചാൻസും പല ചാൻസും ഒരേ സമയത്ത് വന്ന് എന്ത് ചൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നിങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഇപ്പോൾ 1-2 കാര്യം ഒരേപോലെ ഇരിക്കുന്നു, എനിക്ക് രണ്ടും വേണം, രണ്ടും കൊള്ളാൻ തോന്നുന്നു, രണ്ടിനെയും ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ പ്രപഞ്ചത്തിൽ സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സൈൻ ചോദിക്കാൻ വേണമെങ്കിൽ ഇതിൽ ഏതാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു മൈലോ എന്തെങ്കിലും സൈൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് വിഷ്വൽസിലൂടെയോ സ്വപ്നത്തിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രപഞ്ചത്തിൽ തന്നെ അതിനെയും സമർപ്പിക്കുക. നമ്പർ 8, നമുക്ക് പെട്ടെന്ന് രോഗങ്ങളും പ്രശ്നങ്ങളും വേദനയൊക്കെ വരുന്നു. അത് നമ്മൾ നന്നായിട്ട് തന്നെ ഇരുന്നു, പെട്ടെന്ന് നമുക്ക് ശരീരത്തിൽ എന്താണെന്ന് അറിയില്ല, പ്രശ്നങ്ങൾ വരുന്നു, വേദന വരുന്നു, പക്ഷെ അത് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചില സൈൻസ് നമുക്ക് വരും. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ, റിലേഷൻസ് ഇരിക്കും. അതായത് നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, നമ്മുടെ ക്ലോസിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വേദനയും രോഗവും ഒക്കെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ടാവാം, നമ്മളുമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. സോ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാനും അവരുടെ പ്രശ്നങ്ങൾ ഉണർത്താനും വേണ്ടി നമുക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് കണക്ഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സങ്കടമുണ്ടോ, എന്തെങ്കിലും നമുക്ക് ചോദിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. നമ്പർ 9, സ്മെൽസ്. അതായത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മണമൊക്കെ വരിക, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെർഫ്യൂമിന്റെ മണം വരും. എന്തെങ്കിലും ഒരു മണം വരുമ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഒരു ഓർമ്മ വരും, അവരുടെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അവർ നമ്മളെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതായത് അവർ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ പെർഫ്യൂം ആയിരിക്കാം, അവരുടെ എന്തെങ്കിലും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ അത് അവർ നമ്മളെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ചിലപ്പോൾ നമ്മൾ അവരെ മറന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അത്ര ക്ലോസിൽ ഇരുന്നിരിക്കാം, അവരത്രയും നമ്മളെ സ്നേഹിച്ച് ഇപ്പോഴും പ്രതീക്ഷിച്ച് നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ചിലപ്പോൾ മറന്നിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഇങ്ങനെ കൊണ്ട് കാണിച്ച് നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് അവരുമായിട്ട് വീണ്ടും സംസാരിക്കാനും ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കാനും അവരുടെ ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഒക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്മെല്ലിനെ കൊണ്ടുവന്ന് നമ്മളെ അവര് ഓർമ്മിപ്പിക്കുന്നത്. നമ്പർ 10, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നടക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും. അതായത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന്, ട്രിപ്പിനൊക്കെ പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒട്ടും
അറിയാത്ത ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി കൂടെ വന്ന് നിങ്ങളെ എടുത്ത് സംസാരിച്ച് ചിലപ്പോൾ ഒരു കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഇതെന്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ആ കുഞ്ഞുമായിട്ട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുക, കാണുക. ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന എന്തോ ഒരു സർക്കിളിൽ ആരോ ഒരാൾ, അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരാൾ പ്രഗ്നന്റ് ആവാൻ പോകുന്നു, അവരെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കൂടെ സൈൻ ഉണ്ട്. അത് മാത്രമല്ല ഒരു പരിചയമില്ലാത്ത ചില വ്യക്തികളൊക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് അത്രയും സ്നേഹമായിട്ട് സംസാരിക്കുകയും നിങ്ങളെ പെട്ടെന്ന് കണക്റ്റഡ് അറ്റാച്ച് ഒക്കെ ആവുകയാണെങ്കിൽ, അങ്ങനെ പോകുന്ന സ്ഥലത്ത് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു പുതിയ ഒരു വ്യക്തി കടന്നു വരാം, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന ഒരു സൈൻ കൂടിയാണ്. നമ്പർ 11, നമ്മുടെ ഉള്ളുണർവ്, നമ്മുടെ ഇൻറ്റ്യൂഷൻ. അതായത് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു, ഒട്ടും ഒരു പരിചയമില്ലാത്ത സ്ഥലം, ആ സ്ഥലം എവിടെയാണെന്ന് പോലും അറിയില്ല, നമ്മളിങ്ങനെ തേടി തേടി പോവുകയാണ് ആ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് ഒരു പേടി വരും, ഒരു പേടി, ഡൗട്ട്, ആൻസൈറ്റി, അതായത് ഒരു പടപടപ്പ് നമ്മുടെ നെഞ്ചിൽ വരും. നമ്മൾ പോകുന്ന റൂട്ട് ശരിയാണോ, കറക്റ്റ് ആണോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ നമുക്കൊരു പേടി വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വേറൊരു നമ്മുടെ ഇൻറ്റ്യൂഷൻ വന്ന് പറയും, ഒന്നുമില്ല, പേടിക്കേണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും, നീ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ധൈര്യം തരുന്ന ആരാണ്? ആ പ്രപഞ്ച ശക്തി നമുക്കുള്ളിൽ ഇറങ്ങി വന്ന് നമ്മുടെ ഇൻറ്റ്യൂഷനിലൂടെ പറയുന്നതാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. എക്സാമ്പിൾ, എനിക്കൊരു സമയം നല്ല വയ്യാണ്ടായി, ഒട്ടും വയ്യാണ്ടായി. അപ്പോൾ എന്താണ് റീസൺ എന്ന് അറിയില്ല, എൻ്റെ ലൈഫിൽ എന്താണ്, എൻ്റെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഹോസ്പിറ്റലിൽ പോയാൽ അതെന്താന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ ഡോക്ടർ ഓരോ രീതിയിൽ അവർ സിംറ്റംസ് പറഞ്ഞു, ഇതായിരിക്കാം അതായിരിക്കാം അങ്ങനെയെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വയ്യ, കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ഒരേ വെപ്രാളം, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പകച്ചു നിന്ന സമയത്താണ് എൻ്റെ ഉള്ളുണർവ് തന്നെ വന്ന് പറയുന്നു, ഇത് അത് ചെയ്യുന്ന പറഞ്ഞ് യൂട്യൂബിൽ തന്നെ മൊബൈൽ എടുത്താൽ എന്താണോ പ്രശ്നം, ഞാൻ അനുഭവിച്ചിരിക്കുന്ന സിംറ്റംസ് എന്താണോ അത് അങ്ങനെയുള്ള വീഡിയോസ് എൻ്റെ കൺമുമ്പിൽ കാണിക്കുന്നു വീണ്ടും വീണ്ടും. അതെടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. കാരണം ഡോക്ടർമാർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സിറ്റുവേഷൻ. എന്നിട്ട് അതിനുള്ള വഴികളിലൂടെ നടത്തുക നമ്മളെ, അതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണം, ഇതാണ് നിനക്കുള്ളിലുള്ള പ്രശ്നം, നീ ഇത് മനസ്സിലാക്കുക. അപ്പൊ എന്നിട്ട് നീ തന്നെ അതിന് നമുക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ പോയി പറയാം, എനിക്ക് ഇങ്ങനെയാണെന്ന് ഡോക്ടർ. കാരണം ഡോക്ടർമാരെല്ലാം ഓരോ ഡോക്ടറും ഇപ്പൊ ഞാനിങ്ങനെ 1, 2, 3 ഹോസ്പിറ്റലൊക്കെ മാറുന്നു, അവർ ഓരോരോ ഐഡിയ വെച്ച് ഓരോരോ മരുന്ന് തരുന്നു. പക്ഷെ എനിക്ക് ഒരു കുറവുമില്ല. പക്ഷെ എന്നിലുള്ള യഥാർത്ഥ സംഭവം എന്താണ് ഇതെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തന്ന് ആ വഴികളിലൂടെ നടത്തി അങ്ങനെയുള്ള ഒരു കറക്റ്റ് ട്രീറ്റ്മെന്റിൽ എന്നെ എത്തിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ പ്രപഞ്ചത്തിന് കൃഷ്ണാദിനോട്, അയ്യോ കൃഷ്ണ, എന്നെ ഒരു ശരിക്കുള്ള ഒരു വഴിയിലേക്ക് നടത്ത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അത്രയും സങ്കടം ഞാൻ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചശക്തി എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി, എനിക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടിയതിന് നന്ദി, ഞാൻ വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഉറങ്ങുന്നതിന് നന്ദി, എനിക്കപ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത സിറ്റുവേഷനാണ്. സോ ഇങ്ങനെയൊക്കെ ഞാൻ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ പ്രപഞ്ചശക്തി എന്നെ ആ കറക്റ്റ് വഴിയിലൂടെ നടത്തി. ആ ഒരു കറക്റ്റ് ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടുകയും പെട്ടെന്ന് അതിൽ നിന്ന് എനിക്ക് പുറത്തു വരാനും പറ്റും. അപ്പോൾ ആ ഇൻറ്റ്യൂഷനിലൂടെ വന്ന് പറയുന്നതും നമ്മളെ നയിക്കുന്നതും ആ പ്രപഞ്ചശക്തിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ 11 അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം നമ്മളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ. അപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് എങ്ങനെയെല്ലാം വന്ന് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.